ഇച്ചിരി കുറയ്ക്കണം എന്ന് പറയും. പക്ഷേ നോൺ വെജാണ് ഏറ്റവും നല്ല ഭക്ഷണം. ഏറ്റവും നല്ല ഭക്ഷണം എന്നാര് പറഞ്ഞു? ഖുർആൻ. എന്നാര് പറഞ്ഞു? വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, മൂസാ നബി ബനൂ ഇസ്രായേലുമായി കടന്നു പോകുമ്പോ അവര് പറഞ്ഞു, മൂസ ഞങ്ങൾക്ക് ഭക്ഷണം നൽകണമെന്ന് പറഞ്ഞപ്പോ കാടപ്പക്ഷിയുടെ ഇറച്ചിയും കട്ടിത്തേനും അല്ലാഹു നൽകി. അത് തിന്നപ്പോഴാണ് ബനൂ ഇസ്രായേൽ പറഞ്ഞത്, അല്ലാഹു മൂസാ നബിയെ ഞങ്ങൾക്ക് ഇത് വേണ്ട, ഞങ്ങൾക്കിനി പച്ചപ്പയറും ഉള്ളിയും ഗോതമ്പും വെജിറ്റേറിയൻ മതി, ഈ നോൺ വെജ് ഞങ്ങൾ മടുത്തെന്ന് പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു, മൂസാ നബിയെ അവരോട് ചോദിച്ചു നോക്കുക, ഏറ്റവും നല്ല ഭക്ഷണം നിങ്ങൾ ഏറ്റവും താഴ്ന്ന ഭക്ഷണം നിങ്ങൾ ചോദിക്കുകയാണോ? ഇറച്ചി നിന്നുകൊണ്ട് നടന്ന നിങ്ങൾ ഏറ്റവും താഴ്ന്ന വെജിറ്റേറിയന്റെ ഭക്ഷണം നിങ്ങൾ ചോദിക്കുകയാണോ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതെന്റെ കണ്ടുപിടുത്താണ്. ഇത് ബുഖാരിയിലുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഏറ്റവും നല്ല മാംസത്തിന്റെ ഇറച്ചി നിങ്ങൾക്ക് തന്നിട്ട് അതിന് ഏറ്റവും താഴ്ന്ന വെജിറ്റേറിയനാണ് നിങ്ങൾ ചോദിക്കുക. അപ്പോ ഉസ്താദ് കോഴി തന്നൊരു അറ്റാക്ക് വരുന്നതോ? 40 ദിവസം കൊണ്ട് ഗർഭിണിയായി പ്രസവിക്കണ കോഴി തിന്നിട്ടാണ് നാടൻ കോഴി ഉപ്പാപ്പാക്ക് ഇന്നവരെ അറ്റാക്ക് വന്നിട്ടില്ല. അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. ഇന്നവരെ കുഴപ്പമുണ്ട്. കലർപ്പില്ലാത്ത ഭക്ഷണം കഴിച്ചവരാണ്. കലർപ്പില്ലാത്ത ഭക്ഷണം കഴിച്ചവരാണവർ. മാത്രവുമല്ല അവര് കഴിച്ച ഭക്ഷണത്തിന് ശുക്രുള്ളവരാണ്. പണ്ട് കാലത്ത് വീട്ടിൽ തേങ്ങയിട്ടാൽ ആ വീടിന്റെ കോങ്കരയിൽ പടിഞ്ഞാറേ മൂലയിൽ ഒരടക്കത്തേങ്ങ തൂങ്ങിക്കിടക്കും. 400 തേങ്ങയിട്ടാൽ 10 തേങ്ങ എടുത്തതിന്റെ തൊണ്ട് ഒരൽപ്പം വലിച്ച് വീടിന്റെ കോന്തലയിൽ കെട്ടിത്തൂക്കിയിടും. റബീലവന് 12 ആ തേങ്ങയിൽ നിന്ന് 10 തേങ്ങ എടുത്ത് അരച്ച് പായസം വെച്ച് വാപ്പയും കുടുംബാംഗങ്ങളും മൗലൂദോതിട്ട് കൊടുത്തു. അതുകൊണ്ട് അന്നത്തെ തേങ്ങ മണ്ടരിയില്ലാത്ത തേങ്ങയായിരുന്നു. ഇന്ന് നമ്മൾ ആ തേങ്ങ തിന്നിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ തേങ്ങ തന്നെ പോയി. പണ്ടത്തെ അവർക്ക് ഒരു തേങ്ങ കിട്ടിയാൽ ഈ പഴയ സമൂഹത്തിന് റസൂലുള്ളാഹി ഉറപ്പില്ല. ഇന്നത് പോയി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആദ്യമായി പെട്ടെന്ന് ഒരു കഥ പറയുന്നതിന് ആദ്യമായി അപ്പൊ വെജാണോ നോൺ വെജാണോ ഏറ്റവും നല്ലത്? ഇനി തിരിച്ചു പറയാനെന്ന് ചോദിച്ചാൽ പറയോ? ഇല്ല. ഒരു രാഷ്ട്രത്തെ ലോകത്തറിയുന്നത് ജനസംഖ്യ വെച്ച ഇന്ത്യ 3 കോടി, അമേരിക്ക 84 കോടി. ലോകത്താദ്യമായി ജനസംഖ്യ പറഞ്ഞത് ഖുർആനാണ്. ലോകത്താദ്യമായി ജനസംഖ്യ പറഞ്ഞത് ഖുർആനാണ്. ഈ 12 വയസ്സുകാരന്റെ മനസ്സിലിരുന്ന ഖുർആനാണ്. ഈ കയ്യിലിരിക്കുന്ന ആയത്താണ്. യൂനുസിനെ ഞാൻ അയച്ചത് 1,00,000 ജനസംഖ്യയുള്ള രാഷ്ട്രത്തിലേക്കാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇങ്ങനെ എത്ര പറയാൻ സമയമില്ല. ഞാൻ ചുരുക്കുകയാണ് സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ സൂറത്തിൽ ഞങ്ങളൊരു ശാസ്ത്ര സത്യം പറയാൻ ഒരു അത്ഭുതകരമായ കഥ പറയുന്നുണ്ട്. ലോകം അടക്കി പിടിച്ച ചക്രവർത്തിയാണ് സുലൈമാൻ നബി. 4 ചക്രവർത്തിമാരാണ് ലോകം അടക്കി ഭരിച്ചിട്ടുള്ളത്. അതിലൊരാളാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ശാസ്ത്രം കേട്ട് വിഷമിക്കേണ്ട, ഒരു കഥ കേട്ട് പെണ്ണുങ്ങളൊന്നും ഉഷാറായിക്കോട്ടെ. അപ്പൊ അതിന്റെ കൂടെ ഒരു ശാസ്ത്രം കൂടെ ഞാൻ പറഞ്ഞുതരാം. 3 എണ്ണം ശ്രദ്ധിച്ച് കേൾക്കണം. ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. 4 പേര് അടക്കി ഭരിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രവാചകനാണ്. ഇനി നിങ്ങൾ ഒരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. സുലൈമാൻ നബി കേരളവുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ള ആളാണ്. കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ് നബിയുല്ലാഹി സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേരളത്തിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് ഇന്ത്യയും അന്ന് സുലൈമാൻ നബിയുടെ വീടിലാണ് ലോകമടക്കി ഭരിച്ചു. കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ്. നിലമ്പൂരിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ സുലൈമാൻ നബിക്ക് 2 തുറമുഖം ഉണ്ടായിരുന്നു. ഒന്ന് ബാഫാർ. ആ ബാഫാറാണ് ഇപ്പോഴത്തെ ബേപ്പൂർ. രണ്ടാമത്തേത് കറാച്ചിയിലാണ്. അന്ന് കറാച്ചി ഇന്ത്യയുടെ ഭാഗമാണ്. പഠിക്ക് നന്നായിട്ട്. ചരിത്രമാണിത്. വാക്കവി വെറുതെ പറയുന്നതല്ല.
ആദം നബിയുടെ 2 മക്കൾ തമ്മിൽ കാബീൽ ഹാബീലിനെ കൊന്നു. ആ സംഭവം നടന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരത്താണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിൽ പറയുന്ന സംഭവം ചരിത്രം വെറുതെയല്ല, അതിന്റെ കഥ. കാബീൽ ഹാബീലിനെ കൊന്നല്ലോ, അറിയില്ലേ? ആദം നബിയുടെ 2 മക്കൾ. ആ കൊല നടന്നത് എവിടെ വെച്ചാ? തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് വെച്ച്. അത്ഭുതം ഉണ്ടോ? കാരണം ആദം നബി ജീവിച്ചത് ഇന്ത്യയിലല്ലേ? ആദം നബി ജീവിച്ചത് ഇന്ത്യയിലല്ലേ? സ്വർഗത്തിൽ അല്ലാഹു ആദം നബിയെ പുറത്താക്കി. ആദം നബി എവിടെ വന്നു? സിലോണിൽ വന്നു. ഹവ്വാ ബീവി എവിടെ പോയി? ഹവ്വാ ബീവി എവിടെ പോയി? എവിടെ? ജിദ്ദയല്ല, ജിദ്ദ മലയാളിയാക്കിയതാണ്. ജദ്ദ, അറബികൾ ജദ്ദ എന്ന് പറയുക, വെല്ലുമാട നാട്. ആദം നബി ഇന്ത്യയിൽ വന്നു, ഹവ്വാ ബീവി ജദ്ദയിൽ വന്നു. കൂടെ ഒരു മഹാനവറുകളെ പുറത്താക്കി. ആരെ? ഇബ്ലീസ്. ഇബ്ലീസ് എവിടെ ഇറങ്ങി? ഇബ്ലീസ് കൂടെ ഇറങ്ങി. ഇബ്ലീസ് എവിടെ ഇറങ്ങി? ഇബ്ലീസ് ജോർദാനിൽ ഇറങ്ങി. ഇബ്ലീസ് ജോർദാനിൽ ഇറങ്ങി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിൽ വന്ന് 300 വർഷം ആദം നബി അല്ലാഹുവിനോട് തൗബ ചെയ്ത് കരഞ്ഞു, അല്ലാഹുവേ റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ റബ്ബനാ വലംനാ അൻഫുസനാ, ഞങ്ങൾ തെറ്റുകൾ ചെയ്തു. അല്ലാഹുവേ വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജയപ്പെട്ടു പോകും. അല്ലാഹുവേ 100 വർഷം ആദം നബി നിന്ന് കരഞ്ഞു. 100 വർഷം ആദം നബി ഇരുന്ന് കരഞ്ഞു. 100 വർഷം ആദം നബി കിടന്ന് കരഞ്ഞു. 300 വർഷം ആദം നബി കരഞ്ഞപ്പോ ആദം നബിയുടെ കണ്ണുനീരിൽ നിന്ന് 3 വൃക്ഷങ്ങൾ പൊട്ടി വളച്ചു വന്നു. 1 ഊടുമരം, 2 സന്തരു ചന്ദനം, 3 ഇഞ്ചി. ഈ 3 ചെടികൾ ആദം നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്നാണ് പൊട്ടി വളച്ചത്. ലോകത്തിലെ ഏറ്റവും നല്ല ഊത് കിട്ടുന്നത്, ലോകത്തിലെ ഏറ്റവും നല്ല ഊത് കിട്ടുന്നത് ആദം നബി 300 വർഷം കരഞ്ഞു. കണ്ണുനീര് വീണ സ്ഥലത്ത് 3 സസ്യങ്ങൾ പൊട്ടിമുളച്ചു വന്നു. ആദം നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് 1 ഊത്. ലോകത്തിലെ ഏറ്റവും വലിയ ഊത് കിട്ടും, നല്ല ഊത് കിട്ടുന്നത് കൊടുക്കുന്നത് ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും നല്ല 2 ചന്ദനം, ഏറ്റവും നല്ല ചന്ദനം ഇന്ത്യയിലേത്. ലോകത്തിലെ ഏറ്റവും നല്ല ഇഞ്ചി ഇന്ത്യയിലേത്. അപ്പൊ ആദം നബി കരഞ്ഞത് സമ്മതിച്ചല്ലോ. അപ്പൊ ആദം നബി കരഞ്ഞത് ഇന്ത്യയിൽ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന സൂറത്തുൽ നംലിൽ, അതുകൊണ്ട് ഖുർആന്റെ ചരിത്രങ്ങൾ മുഴുവൻ വെറുതെ ചരിത്രങ്ങളല്ല, അത് നടന്ന സ്ഥലങ്ങൾ പോലും ഭൂപടത്തിൽ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഈ ചരിത്ര സംഭവങ്ങൾ പറയുമ്പോൾ അത് നടന്ന ചരിത്ര പശ്ചാത്തലങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ലോകത്തിന്റെ ഒരേ ഒരു വേദഗ്രന്ഥമേ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സുലൈമാൻ നബിക്കൊരു മരംകൊത്തി ഉണ്ടായിരുന്നു. ലോകം മുഴുവനും മടക്കി ഭരിക്കുന്ന സുലൈമാൻ നബിയുടെ മെസ്സഞ്ചറാണ് മരംകൊത്തി. രാവിലെ ആ മരംകൊത്തി പോകും, വൈകുന്നേരമാകുമ്പോൾ മരംകൊത്തി തിരിച്ചു വരും. അതേവരെ ആ നാട്ടിൽ നടക്കുന്ന മുഴുവൻ ന്യൂസും പറയുന്ന സുലൈമാൻ നബിയുടെ അൽ ജസീറയാണ് മരംകൊത്തി, സുലൈമാൻ നബിയുടെ BBC ആണ് മരംകൊത്തി, സുലൈമാൻ നബിയുടെ ഏഷ്യാനെറ്റ് ന്യൂസാണ് മരംകൊത്തി. മുഴുവൻ കൊടുമുടികളും പറഞ്ഞു നടന്ന് സർവ്വ രഹസ്യങ്ങളും കൊടുക്കുന്ന മരംകൊത്തി. പറയാൻ ഒരു ദിവസം ഒരു സുന്ദരമായ കഥ. ഇതൊരു റൊമാൻറ്റിക് ഭാവനയല്ല, ഇത് മേരി ഷെല്ലിയുടെ കഥയല്ല, ഇത് സാഹിത്യമില്ല, തൈരികമല്ല, ഇത് മിത്തല്ല, കഥനങ്ങളല്ല. ആ വൈകുന്നേരം തന്നെ മരംകൊത്തിയെ കാത്തു നിൽക്കുമ്പോ മരംകൊത്തി വന്നിട്ടില്ല. സുലൈമാൻ നബിക്ക് സന്ധ്യയായി, സുലൈമാൻ നബിക്ക് ദേഷ്യമായി. സുലൈമാൻ നബി പറഞ്ഞു, മരംകൊത്തി വരാത്തതെന്താ? ലൗഅദിബന്നഹു അദാബൻ ശദീദാ ഔ ലഅദ്ബഹന്നഹു ഔ ലയഅതിയനി ബിൻ സുൽത്താനിൻ മുബീൻ. ആ മരംകൊത്തി ഇന്ന് വരട്ടെ, അവിടെ താമസിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇന്ന് ഞാൻ അവിടെ 100 അടിയടിക്കും, അതല്ലെങ്കിൽ ആ മരംകൊത്തി ഞാൻ അറുത്തു മാറ്റി കളയും. സുലൈമാൻ നബി ദേശത്തോടെ പറഞ്ഞു. ചുരുക്കി പറയട്ടെ, ഖുർആന്റെ സാഹിത്യ ഭാഷയാണ്. തെല്ലുമ്മ മാന്തിച്ചില്ല. എന്റെ കഥ പറയുന്നത് പോലെ, ഒറ്റക്കാട് എഴുതുന്നത് പോലെ
തെല്ലും അമാനിച്ചില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ സിദ്ധി ഖുർആനാണ്. ചെറുപ്പക്കാരാ, വൈക്കം മുഹമ്മദ് ബഷീർ നോവലിൽ നിന്ന് ഖുർആൻ പഠിച്ചിട്ടാണ് വിക്ടർ ഹ്യൂഗോയുടെ പ്രവേശം എന്ന് പറയുന്ന നാടകം സൂറത്തുൽ ഗൾഫിലെ തോട്ടക്കാരന്റെ കഥയാണ്. വില്യം ഷേക്സ്പിയറിന്റെ മഹത്വാദകങ്ങൾ അല്ലാഹുവിന്റെ ഖുർആന്റെ വാക്യത്തിന്റെ പുനരാവിഷ്കാരമാണ്. പിന്നീട് ഒരു സദസ്സിൽ ഞാൻ വിശദീകരിച്ചു പറയാം. ഇവിടെ പറയാം പരിമിതിയുടെ സമയത്തിന്റെ. വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യം എഴുതി ഖുർആൻ പഠിച്ചിട്ടാണ് വിക്ടർ ഹ്യൂഗോയുടെ ദ പ്രവേഴ്സ് എന്ന് പറയുന്ന നാടകം സൂറത്തുൽ ഗൾഫിലെ തോട്ടക്കാരന്റെ കഥയാണ്. പിന്നെ ഒരു സദസ്സുണ്ടാവുന്ന അവിടെ വെച്ച് പറയാം. അത് തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വിരസത ഉണ്ടാവും. നമ്മളൊരു നാടന്മാരല്ലേ, നമുക്കെന്ത് അത് വിക്ടർ ഹ്യൂഗോ, നമുക്കെന്ത് നമുക്ക് വിക്ടർ ഹ്യൂഗോ, നമുക്ക് തുറപ്പ സുഖേർ കുരുവി റസാക്കുന്നല്ലാതെ നമുക്കെന്ത് തുറപ്പ സുഖേർ വിക്ടർ ഹ്യൂഗോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഹുദുഹുദു വന്നു, താമസിച്ചു, മെസഞ്ചറായി താമസിച്ചു. ചുരുക്കിയ പറയാം, ഒരു ശാസ്ത്രം പറയാനും ഒരു കഥ പറയാനും രണ്ടും കൂടിയാണ്. ഈ സീരിയലിൽ നിന്ന് നിങ്ങളൊന്ന് മാറാനും. ഖുർആൻ പറയുകയാ, നോവലിസ്റ്റ് പറയില്ലേ, അവൻ വാതിലി നോക്കി തെല്ലും അമാന്തിച്ചില്ല, തെല്ലും കഴിഞ്ഞില്ല, ഹുദുഹുദു പാഞ്ഞു വന്നു. സുലൈമാൻ നബി അടിക്കാൻ ചാട്ടവാറെടുത്തപ്പോ ഹുദുഹുദു പറഞ്ഞു, എന്നെ അടിക്കല്ലേ, എന്നെ കൊല്ലല്ലേ, കൊല്ലാതിരുന്നാൽ ഇന്ന് ഞാൻ ഒരു നല്ല ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്, അത് നിങ്ങളോട് പറയാം. ഖുർആൻ സൂറത്തുൽ നംൽ, എന്നെ കൊല്ലാതിരുന്നാൽ ഞാൻ ഒരു ന്യൂസ് പറഞ്ഞുതരാം. ഭർത്താവിരിക്കുന്ന അടിക്കാതിരുന്ന അപ്പുറത്തൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആ സമയത്ത് ഹുദുഹുദു പറഞ്ഞു, ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയെ, ഞാൻ ഇന്ന് രാവിലെ മുതൽ പാറിപ്പറന്ന് നടന്നപ്പോ ആരും അറിയാതെ സബർ എന്ന് പറയുന്ന ഒരു ബലഭൂയിഷ്ടമായ സമ്പൽ സമൃദ്ധമായ രാജ്യത്തിൽ ഞാൻ പോയി. അവിടെ ചെന്നപ്പോ സുലൈമാൻ നബിയെ ആ സഭ ഭരിക്കുന്നതിൽ പെണ്ണാണ് സുലൈമാൻ നബിയെ. നിങ്ങൾ ലോകത്തിന്റെ ചക്രവർത്തിയാന്ന് പറയുമ്പോ നിങ്ങൾ അറിയാത്തൊരു നാട്ടിലൊരു പെണ്ണിരുന്ന് ഭരിക്കുകയാണ്. അവളുടെ പേര് ബൽക്കീസ് എന്നാണ്. സുലൈമാൻ നബിയെ മാത്രമല്ല, നിങ്ങളെ വെല്ലുന്ന ഒരു സിംഹാസനം ആ ബൽക്കീസിന് രത്നങ്ങളും മരതകങ്ങളും ഗോമേതകങ്ങളും പതിപ്പിച്ച ഒരു സുന്ദരമായ കസേരയുമുണ്ട്. ആ കസേരയിലാണ് ബൽക്കീസ് ഇരിക്കുന്നത്. ചുരുക്കി പറയട്ടെ, സുലൈമാൻ നബി അത്ഭുതപ്പെട്ടു പോയി. ഈ നാട് മുഴുവൻ താൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ ഒരു പെണ്ണ് ഭരിക്കുകയോ. മന്ത്രിസഭ വിളിച്ചുപോയിട്ട് സുലൈമാൻ നബിയുടെ മന്ത്രിസഭയിലെ ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്, പക്ഷികളുണ്ട്, പറവകളുണ്ട്, എല്ലാം അടങ്ങുന്ന മന്ത്രിസഭ. സുലൈമാൻ നബി ചോദിച്ചു മന്ത്രിസഭയോട്, ഒരു പുതിയ വിശേഷം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരും അറിയാതെ ബൽക്കീസ് എന്ന പെണ്ണ് ഒരു അത്ഭുത സിംഹാസനത്തിൽ ഇരുന്ന് നാട് ഭരിക്കുന്നുണ്ട്. ആ ബൽക്കീസിന്റെ സിംഹാസനം ആരാണ് എന്റെ മുമ്പിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചു തരിക? 40 മാസത്തെ വഴി ദൂരമുണ്ട് ബൽക്കീസിലേക്ക് പോകാൻ, സഭയിലേക്ക് പോകാൻ. ആ സമയത്ത് ജിന്നുകളുടെ രാജാവായ ഇഫ്രീത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അത്രേ, കാല ഇഫ്രീത്തു മിനൽ ജിന്നി അനാതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക. സുലൈമാൻ നബിയെ, അങ്ങിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് 40 മാസം വഴി ദൂരമുള്ള സിംഹാസനം ഞാൻ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നതാം സുലൈമാൻ നബിയെ. സുലൈമാൻ നബി മന്ത്രിസഭ വിളിച്ചുകൂട്ടി. എല്ലാവരും ഉണ്ട്, പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, മുഖ്യമന്ത്രി, മുക്കാത്ത മന്ത്രി, എല്ലാവരും ഉള്ള സദസ്. ജിന്നുണ്ട്, മനുഷ്യരുണ്ട്, പക്ഷിയുണ്ട്, പറവയുണ്ട്, എല്ലാം ഉണ്ട്. സുലൈമാൻ നബി ചോദിച്ചു, സൂറത്തുൽ നംലിന്റെ കഥയാ പെണ്ണെ, സൂറത്തുൽ നംല്. ആ സമയത്ത് സുലൈമാൻ നബി ചോദിച്ചു, അയ്യുക്കും ഞാൻ അറിയാതെ നാട് ഭരിക്കുന്ന ബിൽക്കീസ് ഇരിക്കുന്ന സിംഹാസനം എത്രയും പെട്ടെന്ന് എന്റെ മുമ്പിൽ കൊണ്ടുവന്നു തരാൻ ആർക്കാ കഴിയുക? ജിന്നുകളുടെ നേതാവായി ഇഫ്രീത്ത്. ജിന്നിനെ ഓർത്തോടെ, ജിന്നിനെ കണ്ടാരേലുണ്ട് ഈ ഒന്ന് കൈവക്കി, ജിന്നിനെ കണ്ടാരേലുണ്ട് കൈവക്കി. ഇല്ലേ ഇല്ലേ, രണ്ടു ജിന്നിനെ കണ്ടിട്ട് പിശാചിനെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആണുങ്ങൾ ഒരു സ്ഥലം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക.